ചരിത്രം, സാംസ്കാരികം, ഭൂപ്രകൃതി എന്നിവ കൊണ്ട് ഏറെ സവിശേഷതകളുള്ള പഞ്ചായത്താണ് കടങ്ങോട്. രാഷ്ട്രീയപരമായി നോക്കിയാൽ UDF-നും LDF-നും ഒരുപോലെ വേരോട്ടമുള്ള മണ്ണ്. ഇരുമുന്നണികളും പഞ്ചായത്ത് മാറി മാറി ഭരിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഭരണം കൈയാളുന്നത് LDF ആണ്. നിലവിലെ ഭരണസമിതിയിൽ BJP-യും ഇടം നേടിയെന്നതും ശ്രദ്ധേയമാണ്. കുന്നംകുളം താലൂക്കിലെ ചൊവ്വന്നൂർ ബ്ലോക്കിൽ 32.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് കടങ്ങോട്. വേലൂർ, ചൂണ്ടൽ, എരുമപ്പെട്ടി, പോർക്കളം, കടവല്ലൂർ, ചൊവ്വന്നൂർ എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കടങ്ങോട് പഞ്ചായത്തിൽ 35,738 ജനസംഖ്യ. കൈക്കുളങ്ങര രാമവാര്യരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധി നേടിയ ഈ പഞ്ചായത്ത് സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ ഉൾപ്പെടെ അനേകം മഹാരഥന്മാരുടെ ജന്മഭൂമി കൂടിയാണ്. ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ ചെറുമനേങ്ങാട് കുടക്കല്ല് പറമ്പും എയ്യാൽ ഗുഹയും വിനോദസഞ്ചാര കേന്ദ്രമായ കടങ്ങോട് മല്ലൻകുഴിയും കടങ്ങോട് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലൻപടിയിലെ ചെണ്ട നിർമ്മാണ കേന്ദ്രവും ഏറെ പ്രസിദ്ധമാണ്. UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ 2020-ൽ LDF-ന് തുടർഭരണമുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി 2 BJP അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ 18 വാർഡുകളിൽ 11 വാർഡ് CPIM-ഉം 1 സീറ്റ് CPI-യും നേടി 12 സീറ്റിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ LDF ഭരണം നിലനിർത്തി. കോൺഗ്രസ് 3 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങി. ചരിത്രത്തിൽ ആദ്യമായി 2 BJP അംഗങ്ങളും 1 ലീഗ് സ്വതന്ത്രനും ഭരണസമിതിയിൽ ഇടം പിടിച്ചു. CPIM-ലെ മീന സാജനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. വാർഡ് വിഭജനത്തിൽ 3 വാർഡുകൾ വർദ്ധിച്ച് 21 വാർഡുകളായിട്ടുണ്ട്. UDF-ന്റെ ഉറച്ച കോട്ടകളിലൊന്നായിരുന്നു കടങ്ങോട് പഞ്ചായത്ത്. 2015-ലെ തെരഞ്ഞെടുപ്പിലാണ് UDF-ന്റെ അടിത്തറ ഇളകിയത്. ലീഗിന് അർഹമായ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് വലിയൊരു വിഭാഗം UDF വിട്ട് ജനകീയ വികസന മുന്നണി രൂപീകരിച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിച്ചു. ഇതോടെ LDF വൻ ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തു. 2020-ലും സീറ്റ് തർക്കത്തെ തുടർന്ന് മുന്നണി സംവിധാനം വിട്ട് കോൺഗ്രസും ലീഗും തനിച്ചാണ് മത്സരിച്ചത്. ലീഗുമായുള്ള ഭിന്നിപ്പും കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കവും സ്ഥാനാർത്ഥി നിർണയത്തിലെ പിടിവാശിയും അപാകതയും കോൺഗ്രസിനെ ഇത്തവണയും കടുത്ത പരാജയത്തിലേക്ക് തള്ളിവിട്ടു. 5 വർഷത്തെ കാലാവധി അവസാനിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് സമഗ്ര വികസനത്തിന്റെ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ചെന്ന് LDF ഭരണസമിതി അവകാശപ്പെടുന്നു. അതിദാരിദ്ര്യമുക്തം ലൈഫ് ഭവനം, റോഡ്, വൈദ്യുതി, കുടിവെള്ളം, ആരോഗ്യം, കൃഷി, ജലസേചനം, മൃഗസംരക്ഷണം, അങ്കണവാടികൾ, തൊഴിലുറപ്പ്, പട്ടികജാതി പട്ടികവർഗ, വനിത, ശിശു, യുവജന വികസനം, സാമൂഹ്യനീതി, കലാ, കായികം, വിദ്യാഭ്യാസം, ശുചിത്വം, ടൂറിസം തുടങ്ങിയ സമസ്ത മേഖലകളിലും വിസ്മയകരമായ വികസനം നടപ്പാക്കിയെന്ന് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഈ ഭരണസമിതി 5 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. വലിയൊരു വികസന വിപ്ലവം തന്നെ നടത്തിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ ഭരണസമിതി അവസാനിക്കുന്നത്. ഏകദേശം 214 കോടികൾക്ക് കൂടുതൽ തുക നമ്മൾ ഓരോ മേഖലകളിലേക്ക് ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തരിശുരഹിത കൃഷിയുള്ള ഒരു പഞ്ചായത്തായി മാറ്റാൻ നമുക്ക് സാധിച്ചു. ഒപ്പം തന്നെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാം, സബ് സെന്ററിൽ നമുക്ക് 5 സബ് സെന്ററാണ് നമുക്കുള്ളത്. അതിലൊരു സബ് സെന്റർ നാമാവശേഷമായി കിടന്നിരുന്നത് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങാനുള്ള രീതിയിലേക്കുള്ള 55 ലക്ഷം രൂപ വെച്ചുകൊണ്ട് അതിൻ്റെ കെട്ടിടപ്പണി പൂർത്തീകരിക്കാൻ നിലയിലേക്ക് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഹോസ്പിറ്റലിൽ 2 ഡോക്ടർമാരുണ്ടായിരുന്ന, ഉച്ചവരെ OP ഉണ്ടായിരുന്ന ആ ഹോസ്പിറ്റൽ ഇപ്പോൾ വൈകിട്ട് വരെ OP-യും 3 ഡോക്ടർമാരും 3 ഫാർമസിസ്റ്റും ഒരു ലാബും ലാബ് ടെക്നീഷ്യനും കൂടിയുള്ള ഒരു വിപുലമായ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ അത്യാവശ്യമാണ്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ മുൻകാലങ്ങളിൽ നോക്കിയാൽ അറിയാം, എന്നും കുടിവെള്ളമില്ലാത്ത കുടം പിടിച്ചിട്ടുള്ള സമരങ്ങൾ ഉണ്ടാകുന്ന ഒരു പഞ്ചായത്തായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാ വാർഡുകളിലും നമ്മൾ കുഴൽക്കിണറുകൾ അടിച്ചിട്ടുണ്ട്. വെള്ളം കിട്ടിയ വാർഡുകളിൽ മുഴുവൻ നമ്മൾ കുടിവെള്ള പദ്ധതികൾ വെച്ചിട്ടുണ്ട്. 100-ൽ കൂടുതൽ കുടിവെള്ള പദ്ധതികൾ ലൈവായി പോകുന്ന ഒരു പഞ്ചായത്താണ് ഇപ്പോൾ നമ്മുടെ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത്. ആവശ്യമായ എല്ലാ കുടിവെള്ള പദ്ധതികളുടെ മെയിൻ്റനൻസും പഞ്ചായത്ത് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ ഓരോ മേഖല എടുത്ത് നോക്കിയാലും വലിയൊരു മാറ്റം തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും വലിയൊരു ആവശ്യമാണ് വീട് എന്നുള്ള സ്വപ്നം. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 276 പേരുടെ വീട് പണി ഇപ്പോൾ പൂർത്തീകരണ ഘട്ടങ്ങളിലേക്കാണ്. 176ഓളം വീടുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 93ഓളം വീടുകൾ അവർക്ക് പൂർത്തീകരണ ഘട്ടത്തിലേക്കാണ്. ഈ വീടുകളിലേക്കെല്ലാം ആവശ്യമായ ടോയ്ലറ്റിനുള്ള പൈസ നമ്മൾ ഈ ലൈഫ് പദ്ധതിയിൽ അല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട്. 32 ലക്ഷം രൂപയോളമാണ് ടോയ്ലറ്റ് നിർമ്മാണത്തിനായിട്ട് നമ്മൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊതുഭരണത്തിന് 214 കോടി 37 ലക്ഷം രൂപ ചെലവഴിച്ചു.
ഭവന നിർമ്മാണത്തിന് 34 കോടിയും ഗതാഗത മേഖലയ്ക്ക് 10 കോടിയും വകയിരുത്തി. 100-ൽ പരം കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി. നൃത്തം, ചെണ്ടവാദ്യം, കരാട്ട തുടങ്ങിയ കലാകായിക പരിശീലനങ്ങളും ATM കുടിവെള്ള പദ്ധതിയും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കുടക്കല്ല്, എയ്യാൽ ഗുഹ, മല്ലംകുഴി, കൂമ്പുഴ തുടങ്ങിയ ടൂറിസം പദ്ധതികൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ മികച്ച ബൈപ്പാസായ കേച്ചേരി അക്കിക്കാവ് റോഡ് നിർമ്മാണം, പന്നിത്തടം സെന്ററിന്റെ വികസനം ഉൾപ്പെടെ AC മൊയ്തീൻ MLAയുടെ വികസന പദ്ധതികളും കടങ്ങോട് പഞ്ചായത്തിന് മുതൽക്കൂട്ടാണ്. LDFിലെ പ്രധാന കക്ഷിയായ CPI പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടയ്ക്കിടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നതും CPMന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. 10 വർഷം തുടർച്ചയായി ഭരിച്ച LDF പഞ്ചായത്തിൽ വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്ന് കോൺഗ്രസും BJPയും ആരോപിക്കുന്നു. കടങ്ങോട് പഞ്ചായത്തിന്റെ 10 വർഷത്തെ ഭരണം വികസനം എന്ന് പറയുകയാണെങ്കിലും വളരെ പുറകോട്ടാണ് പോയിട്ടുള്ളത്. എല്ലാ മേഖലയിലും വളരെ പരാജയമാണ് കടങ്ങോട് പഞ്ചായത്തിനുള്ളത്. പ്രധാനപ്പെട്ട ലൈഫ്, കുടിവെള്ളം, ആരോഗ്യമേഖല, കാർഷികപരമായ കാര്യങ്ങൾ ഇതിലെല്ലാം വളരെ പുറകോട്ടാണ്. ലൈഫ് മിഷൻ്റെ തന്നെ പിന്നെ റോഡ് ടാറിങ് ചെയ്തത് കാനയില്ലാത്ത കാരണം കാനകൾ പണിയുന്നില്ല. കാനകളില്ലാത്ത കാരണം എല്ലാ റോഡും ഒലിച്ചു പോയിരിക്കുകയാണ്. പിന്നെ കോൺക്രീറ്റ് റോഡ് 5 വർഷമായിട്ട് 2 റോഡാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിന് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രതിപക്ഷ വാർഡിനെ വളരെ അവഗണിച്ചേക്കാണ് എല്ലാ കാര്യത്തിനും. എൻ്റെ വാർഡിലെ ലൈഫ് തന്നെ അർഹരായ ഒരാൾക്കും കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഞങ്ങളെ പ്രതിപക്ഷ വാർഡുകളിൽ 3 വാർഡുകൾ ഒരേപോലെയാണ് അവർ അവഗണിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പിന്നോക്കം നമ്മളെ വാർഡുകളൊക്കെ. പിന്നെ ആരോഗ്യ മേഖലയിൽ മരുന്ന് 1 മാസം മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച വീണ്ടും ചെല്ലുകയാണ്. അതുകൊണ്ട് സാധാരണക്കാർക്ക് ആകെ ഒരു ആശ്രയ ഹെൽത്ത് സെൻ്ററിലേക്ക് പിന്നെ മരുന്നില്ല, ഡോക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ലൈഫ് ഇതേപോലെ അർഹരായ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഞങ്ങളെ 3 വാർഡും പ്രതിപക്ഷ വാർഡുകളൊക്കെ അവഗണിച്ചിട്ട് അർഹരായ വിധവകൾ, മാരക രോഗമുള്ളവർ, ഭിന്നശേഷിക്കാർ ഇവർക്ക് ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല. അതുപോലെ ഭിന്നശേഷിയുടെ കൊടുക്കാനുള്ള എമൗണ്ട് അവർ കറക്റ്റ് കൊടുത്തിട്ടില്ല. അവർ വെട്ടിച്ചുരുക്കിയിട്ട് വളരെ കുറവാണ് കൊടുത്തിട്ടുള്ളത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ CPM തുടർഭരണം കിട്ടിയ ഈ 5 വർഷക്കാലം കടങ്ങോട് പൊതുജനങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസാന കാലഘട്ടമായിട്ട് പോലും എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ്. നമുക്ക് അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ പരിശോധിക്കുന്ന സമയത്ത് എല്ലാ മേഖലയിലും അടിസ്ഥാന വികസനം വിജയിപ്പിക്കാനോ അവർക്ക് വേണ്ട അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സാധിക്കാത്തൊരു ഭരണ സംവിധാനമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാൻ പറ്റും, കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 5300ഓളം കുടുംബങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന കുടിവെള്ള പദ്ധതിയായിരുന്നു ജലജീവൻ പദ്ധതി. ആ പദ്ധതിയെ പാടെ തകർത്ത് കളഞ്ഞു. ഒരു കുടുംബത്തിന് പോലും വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് കാർഷിക മേഖല എടുത്ത് പരിശോധിച്ചറിയാൻ പറ്റും. വന്യജീവികളുടെ ആക്രമണം മൂലം കൃഷി ഉപേക്ഷിച്ച് പാവപ്പെട്ട കർഷകർ കടം വാങ്ങിച്ച് പണിയുന്ന ആ കൃഷി സ്ഥലം ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യമാണ്. അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് പഞ്ചായത്ത് കൊട്ടിഘോഷിച്ച് പറയുന്ന വീടില്ലാത്ത ആളുകൾക്ക് ലൈഫ് പദ്ധതിയിൽ വീട് കൊടുത്തു എന്ന് പറയുന്നത്. ഈ 5 വർഷക്കാലം നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും 178 വീടാണ് ആകെ കൊടുത്തിട്ടുള്ളത്. പാവപ്പെട്ട ആളുകൾ, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടുകൾ, 100 കണക്കിന് വീടുകളുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ട്. അത് പാടെ പരാജയമാണ്. ഒരു അപേക്ഷ പോലും സ്വീകരിക്കാൻ കടങ്ങോട് പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ആരോഗ്യ മേഖല പരിശോധിച്ചാൽ കൃത്യമായിട്ട് അവർക്ക് 1 മാസത്തെ മരുന്ന് കൊടുക്കാൻ പോലും പറ്റാത്ത വർഷങ്ങൾ കടന്നുപോയിട്ടുള്ളതാണ്. ഈ അവസാന കാലഘട്ടത്തിലാണ് പ്രഹസനം പോലെ പല ആളുകളെയും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിൽ മരുന്നുണ്ട്, ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞത്. ആരോഗ്യ മേഖല പാടെ തകർത്തൊരു ഭരണ സംവിധാനമാണ് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് പരിശോധിക്കാൻ പറ്റും, ഗ്രാമീണ റോഡുകളുടെ കാര്യം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഒരു റോഡ് പണിതാൽ 6 മാസം കൊണ്ട് തകർന്നു പോവുക. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രാമീണ റോഡുകൾ 100 കണക്കിന് റോഡുകൾക്ക് വാർഡ് മെമ്പർമാർ അപേക്ഷ വെച്ചിട്ടുണ്ട്. ആ റോഡുകളൊന്നും കോൺക്രീറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 1-2 റോഡുകൾ വെച്ചിട്ടാണ് ഓരോ വാർഡുകളിൽ കൊടുത്തിട്ടുള്ളത്. ആ മേഖല സമസ്ത മേഖലയിലേക്ക് ഉൾപ്പെടുന്ന രീതിയിൽ ആ റോഡ് മേഖലയും പാടെ അവഗണിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തെരുവ് പട്ടികളുടെ വിഷയം. തെരുവ് പട്ടികളുടെ വിഷയത്തിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ പ്രഖ്യാപിച്ചിട്ട് പോലും ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ അതിനുവേണ്ട ഒരു നടപടിയും ചെയ്തിട്ടില്ല. കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കിയില്ല. കാട്ടുപന്നി, കുരങ്ങ് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ നടപടിയില്ലാത്തത് കർഷകർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഭവനരഹിതരും പ്രാഥമിക ആവശ്യത്തിന് സൗകര്യമില്ലാത്തവരും ഓരോ വാർഡുകളിലും നിരവധിയാണ്. 2019 ശേഷം ഭവന നിർമ്മാണത്തിന് നിലവിലെ ഭരണസമിതി ഒരു അപേക്ഷ പോലും സ്വീകരിച്ചിട്ടില്ല.
പാർപ്പിടം, കുടിവെള്ളം, റോഡുകൾ, കാർഷികം, ആരോഗ്യം, കായികം, വ്യവസായം, സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങിയ സർവ്വ മേഖലകളിലും LDF ഭരണസമിതി വൻ പരാജയമായിരുന്നു. ഭൂരിഭാഗം ഗ്രാമീണ റോഡുകളും തകർന്ന് കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് കൃത്യമായ ഫണ്ട് ലഭിക്കാത്തതിനാൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കായിക താരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള യാതൊരു സൗകര്യവും ചെയ്തു കൊടുത്തില്ല. ഉള്ള ഗ്രൗണ്ടുകൾ ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പല അങ്കണവാടികളുടെയും അവസ്ഥ പരിതാപകരമാണെന്നും ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് മരുന്നും ജീവനക്കാരുമില്ലെന്നും കോൺഗ്രസും BJPയും ആരോപിക്കുന്നു. ഒട്ടനവധി കേന്ദ്ര ഫണ്ടുകൾ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും അത് കൃത്യമായി ഉപയോഗിക്കാൻ ഭരണസമിതി തയ്യാറല്ലെന്ന ആക്ഷേപവും BJPക്കുണ്ട്. ഭരണസമിതിക്കെതിരെ ജനവികാരമുണർത്താൻ പ്രതിഷേധ സമരങ്ങളുമായി കോൺഗ്രസും BJPയും രംഗത്തുണ്ട്. എന്നാൽ ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് LDFന്റെ പ്രതികരണം. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചെറമ്മനങ്ങാട് കുടക്കല്ല് പറമ്പും എയ്യാൽ ഗുഹയും കൊണ്ട് ഏറെ പ്രസിദ്ധമാണ് കടങ്ങോട് പഞ്ചായത്ത്. വികസന നേട്ടങ്ങളുടെ നീണ്ട പട്ടിക ഉയർത്തിക്കാട്ടി LDF തുടർ ഭരണത്തിന് ശ്രമിക്കുമ്പോൾ UDFിലെ ഐക്യം ഊട്ടിയുറപ്പിച്ചും വികസന പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് UDF. അതോടൊപ്പം തന്നെ ഭരണസമിതിയിലേക്ക് കൂടുതൽ അംഗങ്ങൾ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് BJPയും. പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.